നമസ്കാരം. മുനമ്പത്ത് നിന്നും വെയില് ചാടി BJP-യിലേക്ക് പോയ ഒരു 50 പേരുണ്ടായിരുന്നു. സമരവുമായി മുന്നോട്ട് പോയിരുന്ന ആളുകൾ. അവർക്കൊക്കെ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിഷമമൊന്നും തോന്നരുത്. കാരണം ഇതൊരു നാട്ടു നടപ്പാണ്, ഒരു മര്യാദ അനുസരിച്ച് ചോദിച്ചതാണ്. കാരണം ഇവിടെ നിന്ന് വെയില് ചാടിയാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോയി, അവിടെ നിങ്ങൾക്ക് സുഖമാണോ? കാരണം മുനമ്പത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് നിലവിളി ഒച്ചകളാണ്. നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളൊന്നുമില്ല, അടക്കിപ്പിടിച്ചുള്ള സംസാരങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെ ചതിച്ചു എന്ന നിലവിളി വെച്ച ഇങ്ങനെ തേങ്ങിക്കരയുന്ന ശബ്ദങ്ങൾ. മറുനാടനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കരനും ഒക്കെ ചേർന്ന് മുനമ്പത്തുകാരെ പറ്റിച്ചു. അവരിങ്ങനെ ആട്ടിത്തെളിച്ച് കുറച്ച് ആളുകളെ BJP-യിലേക്ക് അങ്ങ് എത്തിച്ചു. ആ പോയ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആടുജീവിതമാണ് അതിനേക്കാൾ മെച്ചമെന്നുള്ളതാണ്. അത്ര കഷ്ടപ്പെട്ടാണ് അവരിപ്പോൾ BJP-യിൽ പിടിച്ചു നിൽക്കുന്നത്. അങ്ങോട്ട് പോകുന്നത് വരെയുള്ളൂ അക്കരെ പച്ച. അത് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ കുറച്ച് മോശം തന്നെയാണ്. എത്ര തവണ പറഞ്ഞു, UP-യിലും ബീഹാറിലും ഡൽഹിയിലും ഒക്കെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇങ്ങനെ തുടർച്ചയായി ആക്രമിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ അടിച്ച് ഒരു പരുവമാക്കുന്നു, പള്ളികളുടെ ഗേറ്റുകൾ തകർക്കുന്നു, അവിടെ വെച്ചിട്ടുള്ള രൂപങ്ങൾ തകർത്ത് കളയുന്നു. ഇതൊന്നും കാണാതെയാണ് നിങ്ങൾ ഇവിടെ വഖഫിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി BJP-ക്കൊപ്പം ചേർന്നത്. നിങ്ങൾ ആരോടൊപ്പം ചേർന്നാലും വഖഫ് വഖഫായി തന്നെ നിലനിൽക്കും. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി വിശ്വാസികൾ മരണം വരെ പോരാട്ടം മുഖത്തുണ്ടാകും. നിങ്ങളൊക്കെ ഏതു വഴിക്ക് പോയിട്ടും കാര്യമില്ല. ഏതായാലും ഇവിടെ ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാർലമെന്റിൽ വന്നത് വിജയിച്ച പാസാക്കിയെടുത്ത സമയത്ത് തന്നെ കത്തോലിക്ക സഭയുടെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നില്ലേ? അതായത് ഒന്നും രണ്ടും ശത്രുക്കളാണ്. അതായത് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ കമ്മ്യൂണിസ്റ്റുകാര്. മുസ്ലിങ്ങളെ നേരിടുന്നതിനു വേണ്ടി RSS അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾ രണ്ടാമത്തെ ശത്രുവിനെ മെല്ലെ കൂടെ പിടിച്ചു. ചില ഒറ്റുകാർ ഇവിടെ ആ പണിയൊക്കെ വളരെ ഭംഗിയായി ചെയ്തു കൊടുത്തു. ആരെയൊക്കെ കൂടെ കൂട്ടണം, ആരെയൊക്കെ ആട്ടിത്തെളിച്ച് ആടുജീവിതത്തിലേക്ക് കൊണ്ടുപോകണം എന്ന കാര്യമൊക്കെ തീരുമാനിച്ചതും ആ പണി വളരെ കൃത്യമായി എടുത്തതും മറുനാടൻ ഷാജനും അഡ്വക്കേറ്റ് ജയശങ്കരനുമാണ്. ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദൻ മരിച്ചുപോയേ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഇവിടെ ജയശങ്കരൻ. അതായത് തലക്ക് വെളിവില്ല, രാത്രി ഏത് പകലേത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധമില്ല. എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നത് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞത് കേട്ടാണ് നിങ്ങൾ പോയത്. വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ഉള്ള ആളുകൾ നിങ്ങളോട് വന്ന് പറഞ്ഞതല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ, സാദിഖ് അലി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ കുടിയിറക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസികളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമൊന്നുമല്ല അത്. എങ്കിൽ കൂടെ അവരുടെ രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞില്ലേ? നിങ്ങളെ കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും, ആരും കുടിയിറക്കാൻ വരില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങളും പറഞ്ഞു, അത് നിങ്ങൾ കേട്ടില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള സംവിധാനം ഒരുക്കണം. ഇതാണ് വിശ്വാസികളുടെ ഒരു നിലപാട്. നിങ്ങളെ അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല, ഒരിക്കലും നിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല. അതൊന്നും നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ അക്കര ഒരു പച്ച കണ്ടു, പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് മരുഭൂമിയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ചയുണ്ട്, പക്ഷെ ആ പച്ച ഒന്നുമല്ല. ഇവിടെ വല്ലാതെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായത് കുറച്ച് വൈകിയാണ്. കൊട്ടിഘോഷിച്ച് കേന്ദ്രമന്ത്രി വന്നു. ആ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്ന കാര്യം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞു. നിങ്ങൾ സുപ്രീം കോടതിയിൽ തന്നെ പോവുക, അവിടെ ചെന്ന് കേസ് നടത്തുക. കേസ് നടത്തി വിജയിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇപ്പോൾ നിലവിളിച്ചിട്ടൊരു കാര്യവുമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സർക്കാരേ ഉള്ളൂ എന്ന നിലവിളികളും ഇപ്പോൾ പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടുത്തെ MP-മാർ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട MP-മാർ, കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും ഒക്കെ ആളുകൾ ഉണ്ട്, MP-മാരായിട്ടുണ്ട്. രാജ്യസഭാ MP ഉണ്ട്, ലോക്സഭാ MP ഉണ്ട്. ഇവരൊക്കെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി, വിഭാഗത്തിന് വേണ്ടി ഒന്നും പറയുന്നില്ല. അവരെയൊന്നും നാളെ ഈ പരിസരത്തേക്ക് അടുപ്പിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവരൊന്നും പറഞ്ഞില്ലേ? ഇവിടെ BJP പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണ്ട. അവരൊരു മണുങ്ങിട്ട് വാളയെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. മുനമ്പത്തുകാരെ മൊത്തത്തിൽ ഈ കാര്യം അങ്ങ് പറഞ്ഞ്
BJP-യിൽ ആളെ കൂട്ടാൻ പറ്റുമോ എന്നതാണ് അവർ ശ്രമിച്ചത്. ഇവിടെ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ. അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അന്തരീക്ഷം തകർത്ത് കളഞ്ഞാലേ BJP-ക്ക് ഇവിടെ അവരുടെ വേരിറക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇത് നിങ്ങൾ പലർക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങൾ മൗനമായിരുന്നു നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നിങ്ങൾ മൗനം പാലിച്ചു. ആരൊക്കെ എന്തൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇടപെടട്ടെ, തൽക്കാലം നമുക്ക് മുണ്ടാതിരിക്കാം, കളി കാണാം, മുണ്ടാതിരിക്കാം. അങ്ങനെ ഇരുന്നാൽ നമുക്കെല്ലാം ഇങ്ങ് കിട്ടും. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. യാഥാർത്ഥ്യം മനസ്സിലാക്കി സൗഹാർദ്ദത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ മതേതര സംവിധാനത്തെ തകർക്കാതിരിക്കാൻ നിങ്ങൾ അതിശക്തമായ നിലപാടുകൾ എടുക്കണം. മാറ്റി നിർത്തേണ്ടവനെ, കയ്യകലം നിർത്തേണ്ടവനെ കയ്യകലം തന്നെ നിർത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴത്തെ നിലവിളിയൊച്ചയൊന്നുമല്ല. വരും ദിവസങ്ങളിൽ ആ നിലവിളിയൊച്ച ഇനിയും ഉച്ചത്തിലാകാനുള്ള സാധ്യതയുണ്ട്. മുനമ്പത്ത് വെയിൽ ചാടിയില്ലെങ്കിൽ ചാടിക്കാനും ആളുകൾ വരും. UP-യിലും അതുപോലെ തന്നെ ബീഹാറിലും ഡൽഹിയിലും ഒക്കെ കാണുന്നില്ലേ? വെറുതെ കയ്യിലുള്ള കാശ് കൊടുത്ത് കടിക്കുന്ന നായയെ വേടിക്കരുതേ സുഹൃത്തുക്കളെ. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.